ഓക്കെ മുബാഷ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യമായി തന്നെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഒരുപാട് പേര് ഡിഫറെന്റ് കോളേജസിൽ നിന്ന് വന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ചിലവര് 500 ക്രെഡിറ്റ് കിട്ടിയില്ല, ചിലവർക്ക് വന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് എത്തി. അങ്ങനെ ഒരുപാട് രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് പല സ്റ്റുഡൻസും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടുന്ന് എന്ത് കിട്ടുന്നോ ഈ ക്ലാസ് എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണ്. നിങ്ങളുടെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു കോഴ്സിലേക്കാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ആസ് വി ഓൾ നോ about the cloud is a booming technology in these days, and the IT companies across the globe are shifting their traditional infrastructure to the cloud, so that the shift is generating a higher demand for cloud engineers. Now, using the resources provided to you, you can learn about the GCP services and become eligible for such positions. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലൗഡ് എഞ്ചിനീയേഴ്സിനെ ആവശ്യം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നു, അതായത് ക്ലൗഡിൽ ഒരു ബേസിക് ഐഡിയ നമുക്ക് ക്വിക്ക് ലാബ്സിലൂടെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ കരിയറിനെ അത് അത്രയും ബൂസ്റ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഇവിടെ ക്വിക്ക് ലാബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു ക്വിക്ക് ലാബ്സിൽ ഒരു ലാബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കണം. അതായത് നിങ്ങൾ ഒരു ലാബ് ചെയ്യാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുക. പക്ഷേ ഈ പരിപാടിയിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ അവര് വളരെ ഫ്രീ ആയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ക്ലൗഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം അതിന്റെ ഇടയിൽ പറയണം, ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ശ്രീ ജോയ് സെബാസ്റ്റ്യൻ. പലരും പേപ്പറിലെല്ലാം വായിച്ചിട്ടുണ്ടാവും. ആലപ്പുഴയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ടെക്ജൻഷ്യ. അവരുടെ കമ്പനി കഴിഞ്ഞ ദിവസം ഫസ്റ്റ് പ്രൈസ്, അതായത് വീഡിയോ കോൺഫറൻസിങ് ടൂള് ഉണ്ടാക്കാനുള്ള ഒരു ഇന്നോവേഷൻ ചലഞ്ച് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് നേടിയത് 1 കോടി രൂപ ഫസ്റ്റ് പ്രൈസും പിന്നെ 3 വർഷത്തേക്കുള്ള, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ മീറ്റിങ്ങിന് ഉള്ള അംഗീകാരം കൂടെ നേടിയ ഒരു കമ്പനിയാണ് ടെക്ജൻഷ്യ എന്ന് പറയുന്നത്. ഈ ടെക്ജൻഷ്യയുടെ 6 എംപ്ലോയീസ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിന്നാണ്. പേഴ്സണലി ഞങ്ങളുടെ കോളേജ് ആയതുകൊണ്ട് തന്നെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഈ അവസരം യൂസ് ചെയ്യാണ്. അതിന്റെ 3 ഡയറക്ടേഴ്സ് സുചിത്ര സ്വാമിനാഥൻ, അങ്കൂർദീപ് ജയ്സ്വാൾ ആൻഡ് വൈശാഖ് ബാലകൃഷ്ണൻ, 3 ഡയറക്ടേഴ്സ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. അതുപോലെ തന്നെ അവരുടെ QA ലീഡ് സരിക TS, അതുപോലെ തന്നെ അതുൽ അജയ്കുമാർ, സാൻഡ്ര മാർട്ടിൻ, അവരെല്ലാം തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അതായത് 2000-ഓളം നിങ്ങൾക്ക് ആ ഇന്നോവേഷൻ ചലഞ്ചിൽ പങ്കെടുത്തത് സോഹോ, അതുപോലെ തന്നെ HCL ഉൾപ്പെടെ ഒരു വമ്പൻ കമ്പനികൾ പങ്കെടുത്ത ഒരു ചലഞ്ച് ആയിരുന്നു അത്. അതിനെല്ലാം മറികടന്ന് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴയിലെ മാരാരിക്കുളത്ത് താമസിക്കുന്ന ശ്രീ ജോയ് സെബാസ്റ്റ്യന്റെ കമ്പനി ഒന്നാമതെത്തിയെങ്കിൽ നമുക്ക് മലയാളികൾക്ക് എപ്പോഴും പ്രൗഡ് മൊമെന്റ് തന്നെയാണത്. നമ്മളിപ്പോ വീഡിയോ കോൺഫറൻസിങ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് സൂം, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഒക്കെയാണ്. അതിന് ബദലായി നമ്മൾ പുതിയൊരു മലയാളീസിന്റെ ഒരു സിഗ്നേച്ചറോട് കൂടി പുതിയൊരു ആപ്പ് വരാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ക്ലൗഡ് ഫെസിലിറ്റേറ്റർ, ക്ലൗഡ് സ്റ്റഡി ജാമിനെ കുറിച്ച് പറയാം. അതായത് ഇന്നത്തെ സെഷനെ കുറിച്ച് പറയാം. ഇങ്ങനെ 3 സെഷനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് ഉണ്ടാവുള്ളൂ. അതിലത്തെ ഫസ്റ്റ് സെഷനാണ് ഇപ്പൊ നടക്കുന്നത്. ഈ ഫസ്റ്റ് സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 3 ട്രാക്കുകളായിട്ടായിരിക്കും എടുക്കുന്നത്. 3 ട്രാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്ക് 1 ഉണ്ട്, ട്രാക്ക് 2 ഉണ്ട്, ട്രാക്ക് 3 ഉണ്ട്. ട്രാക്ക് 1നെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ട്രാക്ക് 2ന്റെ അടുത്തത് വരും, ട്രാക്ക് 3യും ഇനി ഉണ്ടാവും. അപ്പൊ ഈ സെഷൻ ഏകദേശം ഒരു 2-3 മണിക്കൂറായിരിക്കും എടുക്കുന്നത്. അതിലൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ലാബ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം ഈ സെഷനകത്ത്.
ഓക്കെ, നമ്മൾ പറഞ്ഞു ട്രാക്കുകളായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ട്രാക്കാണ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, സെക്കൻഡ് ട്രാക്ക് ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ആൻഡ് തേർഡ് ട്രാക്ക് ബിഗ് ഡാറ്റ ആൻഡ് മെഷീൻ ലേണിംഗ്. ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ടാസ്കിൽ 6 ക്വസ്റ്റുകളാണ് ഉള്ളത്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലൈക്ക് ഫസ്റ്റ് ട്രാക്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 ക്വസ്റ്റുകളാണ്. 6 ക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ബാഡ്ജസ് നിങ്ങൾക്ക് അതിൽ അക്വയർ ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലൗഡ് എസെൻഷ്യൽ ഉണ്ട്, ബേസ് ലൈൻ ഇൻഫ്രാസ്ട്രക്ചർ, നെറ്റ്വർക്കിംഗ് ഇൻ ദ ഗൂഗിൾ ക്ലൗഡ്, കുബർനെറ്റ് ഇൻ ഗൂഗിൾ ക്ലൗഡ്, ക്ലൗഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡെവോപ്സ് എസെൻഷ്യൽ. ഇത് ജസ്റ്റ് ഈ 6 ഫസ്റ്റ് ട്രാക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലൗഡിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ക്യുക്ലാബിൽ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ട്രാക്ക് അത് അടുത്ത വീക്ക് ആയിരിക്കും. ഈ വീക്കിനുള്ളിൽ നിങ്ങൾ ട്രാക്ക് 1 കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് വീക്കിൽ ട്രാക്ക് 2 കംപ്ലീറ്റ് ചെയ്യണം. ട്രാക്ക് 2 ഡെവലപ്പേഴ്സ് ക്ലൗഡ് നേറ്റീവ് ആപ്പ് ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ, അതായത് ക്ലൗഡിൽ എങ്ങനെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രാക്ക് 2 വരുന്നത്. അതിൽ 5 ക്വസ്റ്റുകളാണ് ഉള്ളത്. ഗൂഗിൾ ഡെവലപ്പർ എസെൻഷ്യൽ, ഓക്കെ ഗൂഗിൾ ബിൽഡ് ഇന്ററാക്റ്റീവ് ആപ്സ്, then machine learning APIs, cloud development and cloud logging. ട്രാക്ക് 3 എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. അത് ലാസ്റ്റ് സെഷൻ ആണ്. ട്രാക്ക് 3 ലാസ്റ്റ് ബിഗ് ഡാറ്റ ആൻഡ് ML. ബിഗ് ഡാറ്റ ആൻഡ് ML അതിൽ 6 ക്വസ്റ്റ് ഉണ്ട്. ബേസ് ലൈൻ ഡാറ്റ, BigQuery basics for data analyst, BigQuery for machine learning, Practology with ഗൂഗിൾ ക്ലൗഡ്, അപ്ലൈഡ് ഡാറ്റ, ബ്ലോക്ക് ചെയിൻ, ഡാറ്റ എഞ്ചിനീയറിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസ് എല്ലാവർക്കും ഇമെയിൽ വഴി ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പറഞ്ഞു ഈ ഓരോ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാഡ്ജസ് ആണ് കിട്ടുന്നത്. അഡീഷണലി ഒരു സ്കിൽ ബാഡ്ജും കൂടെ ക്യുക്ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൽ ബാഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. വേറൊരു സെനാരിയോ തന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ അവർ തരുന്നത് അവിടെ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയ ഒരു സെനാരിയോയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരു അഡീഷണൽ സെനാരിയോ വെച്ച് അഡീഷണലി നമ്മുടെ നോളജ് ചെക്ക് ചെയ്യുന്നതാണ് സ്കിൽ ബാഡ്ജ് എന്ന് പറയുന്നത്. ക്വിസ്റ്റ് ലാബിനും അതുപോലെ തന്നെ സ്കിൽ ബാഡ്ജിനും പ്രത്യേകം പ്രൈസസ് ഉണ്ട്. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ 5 സ്കിൽ ബാഡ്ജസ് ആണുള്ളത്. ക്ലൗഡ് നേറ്റീവ് ആപ്പ് ഡെവലപ്പ് ട്രാക്ക് 2 ഒരു സ്കിൽ ബാഡ്ജസ് ആണുണ്ട്. ട്രാക്ക് 3 2 സ്കിൽ ബാഡ്ജസ് ഉണ്ട്. യുവർ ട്രെയിനിങ് ഷെഡ്യൂൾ, നിങ്ങളുടെ ട്രെയിനിങ് ഷെഡ്യൂൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ട്രാക്ക് 1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ട്രാക്ക് 2ഉം ട്രാക്ക് 3യും ഡിസൈഡ് ചെയ്യുന്നേ ഉള്ളൂ. പ്രോബബ്ലി നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവും. ഓക്കെ, മൈൽ സ്റ്റോൺ ആൻഡ് പ്രൈസസ്. നിങ്ങളുടെ പ്രൈസസിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ ട്രാക്ക് ഇപ്പോൾ ഒരു വീക്കിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീഷർട്ട് അതുപോലെ തന്നെ പെൻ ഗുഡീസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ട്രാക്ക് 2 ഉണ്ട്. ട്രാക്ക് 2 എന്ന് പറയുമ്പോൾ 6 ക്വസ്റ്റും അതുപോലെ തന്നെ 12 ക്വസ്റ്റ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലിംഗ് ബാഗ്, ടീഷർട്ട് അതുപോലെ തന്നെ കുറച്ച് ഗുഡീസ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ 8 സ്കിൽ ബാഡ്ജസും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് കൂടെ കിട്ടും. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യുക്ലാബിലേക്ക് പോവാണ്. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ലാബ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുക. നമ്മൾ വേഗം ലാബ് കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്കൊരു ക്വസ്റ്റ് 1 കംപ്ലീറ്റ്, ഒരു ലാബ് കംപ്ലീറ്റ് ചെയ്യണം. പാടൊന്നുമില്ല നിതിൻ, ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ എല്ലാ ലാബ് മാനുവൽ ഇതിന്റെ ഒപ്പം ഉണ്ട്, നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ലാബാണ് ഇത്, ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ്. സാധാരണ ഒരു കോഴ്സ് ചെയ്യുന്ന പോലെ ഒരു ഇതല്ല. നമ്മൾ ട്രെയിനിങ് ആണ് ചെയ്യുന്നത്, ലൈവായി ട്രെയിനിങ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. നിങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു ലാബ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട
ട്രാക്ക് 1നെ കുറിച്ചുള്ള ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ലാബിലോട് കൂടെ തരും. അതിനുശേഷം അക്ഷയ് നിങ്ങൾക്ക് ഫർദർ ലാബ്സ് എല്ലാം നിങ്ങൾക്ക് അതുപോലെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 6 ക്വസ്റ്റ് 1 വീക്കിൽ തന്നെ തീർക്കണം എന്നില്ല ആരും. നിങ്ങൾക്ക് സെപ്റ്റംബർ 20 വരെയാണ് ടൈം. സെപ്റ്റംബർ 20ന്റെ ഉള്ളിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് തീർക്കാം. പക്ഷേ മാക്സിമം എത്രയും പെട്ടെന്ന് മാക്സിമം ബാഡ്ജസ് അക്വയർ ചെയ്യുക, വേഗം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പോൾ സെബി കോഴ്സ് ഡ്യൂറേഷൻ സെപ്റ്റംബർ 20 വരെയാണ്. സെപ്റ്റംബർ 20-നുള്ളിൽ എല്ലാ ക്വസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്താൽ മതി. സത്യ അത് ഇപ്പോൾ ഇത് റെക്കോർഡഡ് ആണ്. ഈ വീഡിയോ എല്ലാം റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ അയക്കും, അതനുസരിച്ച് ഫോളോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലാബുകളുടെ വീഡിയോ യൂട്യൂബിലുണ്ട്, അതും ഷെയർ ചെയ്യാവുന്നതാണ്. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അമൽജിത്ത് റെക്കോർഡഡ് വീഡിയോ ആണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഈ വീഡിയോ ഫുള്ള് ഷെയർ ചെയ്യും. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ലാബിലേക്ക് പോകാം. എല്ലാവരും ലാപ്പ് എല്ലാം സെറ്റ് ചെയ്യുക. മുബാഷ് ഹാൻഡിൽ ചെയ്യും. മുബാഷ് സ്ക്രീൻ ഷെയർ ആയോ? സ്ക്രീനിങ് ഷെയർ അജേഷ്, സ്ക്രീൻ ഷെയർ ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? ഷെയർ ആയിട്ടില്ല. ഇല്ല, വന്നിട്ടില്ലല്ലോ മുബാഷ്. ഒന്ന് ഒരു 1 മിനിറ്റ് വെയിറ്റ്. ഓക്കെ. അമൃതേഷ്, നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് കിട്ടിയില്ലേ അമൃതേഷ്? ഞാൻ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. അമൃതേഷ് മെയിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും, ഒരു ന്യൂ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ. അതിലേക്ക് ജോയിൻ ചെയ്യണം. അജേഷ്, സ്ക്രീൻ ഷെയർ ആവുന്നില്ല. ക്യാൻ യു ചെക്ക്? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ.
ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മുബാഷ്, ഇപ്പോ സെറ്റാണ്. ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ ഷെയർഡ് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഗിവ് മി യെസ് ഓർ നോ ഫോർ ദാറ്റ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവർക്കും ഈ ഗെയിം ഏതാണെന്ന് മനസ്സിലായോ? ഇതേതാ ഗെയിം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇവിടെ കാണിക്കുന്നുവെന്ന്? യെസ്, പോക്കിമോൺ ഗോ. ഇത് പോക്കിമോൺ ആണ്. പോക്കിമോൺ എന്ന് പറയുന്ന ഗെയിം അവർ ഡെവലപ്പ് ചെയ്ത സമയത്ത് പോക്കിമോൺ ഒരു 1 ടൈംസ് ഓഫ് എനി എന്നുള്ള രീതിയിലായിരുന്നു അവര്. നമ്മളിപ്പോ കസ്റ്റമേഴ്സിനെ നോക്കില്ലേ, അതേ ഗെയിം യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം 1 ടൈംസ് എന്നുള്ള രീതിയിലായിരുന്നു അവര് ആദ്യം വിചാരിച്ചത്. പക്ഷേ അവർക്കറിയാം ഇതിന്റെ വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് 5 ടൈംസ് ആയിരിക്കും. പക്ഷെ അവർക്ക് എക്സ്പെക്ട് ചെയ്തതിന്റെയൊക്കെ വളരെ ഒരു ഹ്യൂജ് ആയിരുന്നു. 50 ടൈംസ് ഓഫ് യൂസേഴ്സ് ആയിരുന്നു പോക്കിമോണിന് വേണ്ടിയിട്ട് ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ക്ലൗഡിലേക്ക് മാറിയ ആദ്യത്തെ ലാർജ് ബേസ്ഡ് ഗെയിം എന്ന് പറയുന്നത് പോക്കിമോൺ ആണ്. വൺ ഓഫ് ദി ഗെയിമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗൂഗിൾ ക്ലൗഡ് സർവീസിൽ ഗൂഗിളിന്റെ ഏറ്റവും കൂടുതൽ സർവീസസ് യൂസ് ചെയ്യുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് പോക്കിമോൺ ആണ്. കാരണം പോക്കിമോണിന്റെ യൂസേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗൂഗിളിനെ അവർ ആശ്രയിച്ചത്. ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം. ഏത് കമ്പനിയാണ് ആദ്യമായിട്ട് ഗൂഗിൾ ക്ലൗഡ് അല്ല, ക്ലൗഡ് സർവീസസിനെ ഔട്ട്സോഴ്സ് ചെയ്തു തുടങ്ങി? എന്ന് വെച്ചാൽ പബ്ലിക്കിനെ അസസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇത് യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ക്ലൗഡ് സർവീസസ് പുറത്തു കൊടുത്ത കമ്പനി ഏതാന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം. ആൻസേഴ്സിന് ഒരു സ്ട്രെങ്ത് ഇല്ലല്ലോ, കൂടിപ്പോയല്ലോ. ഓക്കെ, യെസ്, ആമസോൺ ആണ് വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ക്ലൗഡ് സർവീസസ് ഔട്ട്സോഴ്സ് ചെയ്തത്. പക്ഷെ ക്ലൗഡ് ആദ്യമായി ക്രിയേറ്റ് ചെയ്തത് ഗൂഗിളാണ്. ഗൂഗിളിന്റെ ഓൺ പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാ സർവീസസും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയുന്നത്. അത് 2015 ശേഷമാണ് ഗൂഗിൾ ക്ലൗഡ് ഔട്ട്സോഴ്സിങ് എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. കാരണം അതുവരെ അവരുടേതായ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഗൂഗിൾ ക്ലൗഡ് യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ ജിമെയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 15 GB പെർ യൂസർ എന്നുള്ള രീതിയിൽ അവരെ കൊടുത്തിരുന്നു. കാരണം അവരുടെ ഫയൽസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷെ ആമസോൺ ആ സമയം മുതൽ തന്നെ, അതിനു മുന്നേ തന്നെ അവർ അത് ഔട്ട്സോഴ്സ് ചെയ്തു തുടങ്ങി. കാരണം നിങ്ങൾക്ക് ഇപ്പോ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ മെഷീൻസ് ഒന്നുമില്ല, വരൂ ഞങ്ങൾ തരാം, നിങ്ങൾ അത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞ ആദ്യത്തെ കമ്പനി ആമസോൺ. അതിനുശേഷമാണ് ഗൂഗിൾ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? യെസ്, ഓക്കെ. അപ്പോ ഗൂഗിള് അത് ഔട്ട്സോഴ്സ് ചെയ്തതിന്
ചെയ്തു തുടങ്ങിയതിനു ശേഷം അവർ കുറെ അധികം സർവീസസ് അവർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത കുറെ അധികം സർവീസസ്, അത് AI ബേസ്ഡ് ആവട്ടെ, ML ബേസ്ഡ് ആവട്ടെ, ബിഗ് ഡേറ്റ ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ സർവീസസും അവർ ഓപ്പൺ ആക്കി കൊടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ സർവീസസ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആണ് പോക്കമോൺ എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ജി അതൊരു ക്ലൗഡ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരു എന്താണ് ഗെയിമാണ്. അതെനിക്ക് COD അങ്ങനെയുള്ള കുറെ ഗെയിമുകൾ ഇപ്പൊ ക്ലൗഡ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് പല സ്ഥലങ്ങളിലും സെർവർ സെറ്റ് ചെയ്യാനുള്ള പ്രശ്നം കാരണം അവർ ക്ലൗഡുകളെയാണ് ഇപ്പൊ ആശ്രയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നിപ്പോ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ക്ലൗഡ്? ക്ലൗഡ് എന്നുള്ള കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നിങ്ങൾക്ക് അജേഷ് ആൾറെഡി എടുത്തിരുന്ന ഒരു സെഷൻ ആയിരുന്നു. അത് 3 ടൈപ്പ് ഓഫ് ക്ലൗഡ് ഉണ്ട് നമുക്ക്: ഇൻഫ്രാസ്ട്രക്ചർ ക്ലൗഡ്, പ്ലാറ്റ്ഫോം ക്ലൗഡ് ആൻഡ് സോഫ്റ്റ്വെയർ സെക്ഷൻ. ഓക്കെ, അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ ക്ലൗഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വിർച്വൽ മെഷീൻ, റോ റിസോഴ്സസ് കണക്ക് ഒരു വിർച്വൽ മെഷീൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുബർനെറ്റീവ് എൻജിൻസ്, അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ക്ലൗഡ് തരും. അതിന്റെ അപ്ഡേഷൻസ്, അതിന്റെ ബഗ്, അതെല്ലാം അവര് ക്ലിയർ ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിലേക്ക് സാധനം കൊടുക്കുന്നു, അവർ യൂസ് ചെയ്യുന്നു. അതിന്റെ സിസ്റ്റം, നെറ്റ്വർക്ക്, സ്റ്റോറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്യും. നമ്മൾ നമ്മളെ പ്രൊഡക്റ്റ് മാത്രം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു സർവീസ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം ഫുള്ളി നമ്മൾ പ്രൊഡക്റ്റ് അല്ല, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആൾറെഡി ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു എൻവയോൺമെന്റ് ഉണ്ടാവും. നമുക്ക് ഇപ്പൊ ഒരു ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പബ്ജി അല്ലെങ്കിൽ ഒരു COD അങ്ങനെയുള്ള ഗെയിം കളിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഒരു ഇത്ര റാം ഉള്ള ഒരു സിസ്റ്റം വേണം, അല്ലെങ്കിൽ ഇത്ര ഗ്രാഫിക്സ് കാർഡ് വേണം, ഇത്ര മെമ്മറി ഇത്ര വേണം, സിസ്റ്റം i5 ആയിരിക്കണം അല്ലെങ്കിൽ i7 ആയിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഗെയിം നമ്മൾ ഗെയിം ഒരു ഇതിലേക്ക് ഒരു ഡിപ്ലോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെ, അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം ഇല്ല. എനിക്കൊരു വലിയൊരു മാസീവായിട്ടൊരു ഗെയിം ഉണ്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സിസ്റ്റം ഇല്ല. ഓക്കെ, നമുക്ക് ഗൂഗിൾ ക്ലൗഡിൽ ചെല്ലാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാറ്റ്ഫോം, ഏത് പ്ലാറ്റ്ഫോമാണ് വേണ്ടത്? ഡെബിയൻ പ്ലാറ്റ്ഫോമിലാണോ അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലാണോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിൽ ഡിപ്ലോയ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസിൽ വരുന്നത്. പിന്നെ ഉള്ളത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് Gmail ആണ്. കാരണം ഒരു ആപ്ലിക്കേഷനെ എൻറ്റയർ ആയിട്ട് നമ്മൾ അതിൽ കൊണ്ടുവെക്കും. Gmail ഫുള്ളി വർക്ക് ചെയ്യുന്നത് ക്ലൗഡ് സർവീസിന്റെ അകത്താണ്. Gmail മെയിൽ സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റാസ്, നമ്മുടെ ഓരോ ഫോട്ടോ സേവ് ചെയ്യുന്നത് എല്ലാം നമ്മളൊരു ക്ലൗഡ് ബേസിസിന്റെ അകത്താണ്. അങ്ങനെയുള്ള ഒരു സർവീസിനെയാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഗിവ് മീ യെസ് ഓർ നോ. ഓക്കെ,
ഓക്കെ. ഓക്കെ, എല്ലാവരും നിങ്ങൾ മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് ഇതേ കണക്കൊരു മെയിൽ വന്നിട്ടുണ്ടോ? എല്ലാവരുടെയും ഇമെയിലിലേക്ക് ഇതുപോലെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യും വന്നിട്ടുണ്ടാവും. എല്ലാവരും. എല്ലാവരും എല്ലാവർക്കും ഇമെയിൽ ഒന്ന് വന്നിട്ടുണ്ടോ ഓപ്പൺ ഇല്ലയോ ചെയ്ത് എന്ന് ജസ്റ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഗൂഗിൾ ക്ലൗഡ് എസെൻഷ്യൽസ് ആണ്. അതിൽ നമ്മൾ ഒരു ലാബ് ഇന്ന് ചെയ്യുന്നുള്ളൂ, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് നല്ല രീതിയിലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ എല്ലാ ലാബും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമ്മൾ ഫസ്റ്റ് ലാബ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിലെ ലാബ് ചെയ്യും. എല്ലാവരും ഗൂഗിൾ ക്ലൗഡ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജിൽ ചെന്ന് നിൽക്കും. എല്ലാവരും ഇതുവരെ എടുത്തു വെക്കുക. മെയിൽ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്ലൗഡ് എസെൻഷ്യൽസിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്കൊരു പേജിൽ വന്ന് നിൽക്കും. എല്ലാവരും എടുത്തതിന് ശേഷം ജസ്റ്റ് ഗിവ് മീ യെസ് ഓർ നോ. ഓക്കെ, ജെയ്മി, കൃഷ്ണ, ആതിര, നിതിൻ, ഓക്കെ, അജ്മൽ, ഓക്കെ, ഗോപു, ഓക്കെ, സ്നേഹ, ഓക്കെ, നയന, ഓക്കെ, സജന, ഓക്കെ. ഓക്കെ, ഇപ്പൊ എനിക്കിവിടെ അൺഎൻറോൾ എന്നാണ് കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അവിടെ എൻറോൾ എന്നായിരിക്കും കാണിക്കുക. ആ എൻറോളിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റിലേക്ക് എൻറോൾ എന്ന് പറയുന്ന ഇവിടെ ആയിട്ട് ഒരു എൻറോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് വീണ്ടും റീഫ്രഷ് ആയി ഒന്നും കൂടെ വരും. ഇതേപോലെ ആവും. അപ്പോൾ അൺഎൻറോൾ എന്നൊക്കെ ഉള്ള രീതിയിൽ റെഡിയായി വരും. എല്ലാവരും ഒന്ന് ആയതിനു ശേഷം എന്നെ ഒന്ന് അറിയിക്കാം. റെസ്പോൺസ് ചെയ്യുക ചാറ്റ് ബോക്സിൽ. എൻറോൾ ചെയ്തോ എല്ലാവരും? സൈൻ ഇൻ കാണിക്കണം, സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യാതെ ജസ്റ്റ് അങ്ങനെ എൻറോൾ ചെയ്യരുത്. സൈൻ ഇൻ ചെയ്യുക. ക്വിക്ക് ലാബിൽ ആരെങ്കിലും സൈൻ ഇൻ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് എൻറോൾ ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രൊജക്റ്റിലേക്കാണ് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലാബാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് സൈൻ ഇൻ ചെയ്യുക. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചെയ്യണ്ട, പിന്നെ ചെയ്യാം. നോ പ്രോബ്ലം. നിങ്ങൾ പിന്നെ സമയം എടുത്ത് ചെയ്താൽ മതി. ആൾറെഡി എൻറോൾ ആയിട്ടുള്ളവർ കുഴപ്പമില്ല, അത് ഈ ലാബുകൾ കണ്ടിന്യൂ ചെയ്താൽ മതി, വേറെ പ്രശ്നം. സ്റ്റാർട്ട് ലാബ് ഉള്ള പേജിലേക്കാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ലാബ് ഉള്ള പേജ് എന്ന് പറയുന്നത് ടൂർ ടു ക്വിക്ക് ലാബ് എന്ന് പറയുന്ന ഈ ഒരു ടാബ് ആയിരിക്കും വന്നിരിക്കുന്നത്. മിക്കുള്ളവർക്കും എൻറോൾ ചെയ്യുമ്പോൾ ഇതായിരിക്കും ആദ്യം വരിക. ജസ്റ്റ് ഈ ടൂർ ടു ക്വിക്ക് ലാബ് എന്ന് പറയുന്നതിന്റെ സൈഡിലായിട്ട് ഒരു ബാക്ക് ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ശില്പ പിന്നെ ചെയ്താൽ മതി, ടൈം എടുത്ത് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ ചെയ്യണം ഞങ്ങൾ പറയില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ചെയ്ത് തരുന്നു എന്ന് മാത്രം. എങ്ങനെ ചെയ്യണം, ഞങ്ങൾ ഇന്ന് ഒരു ലാബ് മാത്രമേ ചെയ്യുള്ളൂ. ബാക്കി ഈ ഒരു ട്രാക്കിലുള്ള 6 ക്വസ്റ്റും 5 സ്കിൽ ബാഡ്ജസ് നിങ്ങൾക്ക് 1 വീക്ക് ടൈം തരും ഞങ്ങൾ. 1 വീക്ക് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സെപ്റ്റംബർ 20th വരെ സമയമുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതുവരെ ഉള്ളത് എല്ലാവരും എടുത്തോ? ജസ്റ്റ് ഗിവ് മീ യെസ് ഓർ നോ. ഓക്കെ, ഇതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂർ ടു ക്വിക്ക് ലാബ് എന്ന് പറയുന്നതിൽ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടാവും എല്ലാവർക്കും. കാരണം നിങ്ങൾ ആൾറെഡി ആ ലാബ് ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. കാരണം ഒന്ന്, നിങ്ങൾ പബ്ലിക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതും ആ ലാബാണ്. 2, നിങ്ങൾ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതും ആ ലാബാണ്. ആ ലാബ് മാത്രമാണ് ഈ ക്വിക്ക് ലാബിന്റെ അകത്ത് ഫ്രീ ആയിട്ടുള്ള ഒരേ ഒരു ലാബ്. ബാക്കി എല്ലാ ലാബുകൾക്കും ഇറ്റ്സ് എ ഫീ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആയിട്ടാണ് ഇതിൽ ഫീ പറയുക. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് $1 ഈക്വൽ ആയിട്ടാണ് അവര് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്ത് കണക്കായിരിക്കും. ദെൻ ക്രിയേറ്റിംഗ് എ വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന ലാബിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റിംഗ് എ വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന ആ ലാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
അപ്പൊ ഇതേപോലെ ഒന്ന് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതുവരെ എടുത്തെങ്കിൽ എല്ലാവരും ഒരു yes or no. Yes. ഓക്കെ, കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളവർ ചെയ്യണ്ട കേട്ടോ, ബാക്കിയുള്ളവർ ചെയ്താൽ മതി. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ലാബൊക്കെ പിന്നെ ടൈം ഔട്ട് ആവും, നിങ്ങൾ ക്രെഡിറ്റ് വെറുതെ പോകും. ഓക്കെ, ഇതിന്റെ താഴേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ലാബിന്റെ അകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഇവിടെ ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ക്ലൗഡ് കൺസോൾ വെച്ചിട്ട് ഒരു VM ഉണ്ടാക്കും, ഒരു ക്ലൗഡ് ഷെല്ല് വെച്ചിട്ട് ഒരു VM ഉണ്ടാക്കും, പിന്നെ ഒരു വെബ് സെർവറിനെ ഡിപ്ലോയ് ചെയ്യും, അത് വിർച്വൽ മെഷീനായിട്ട് കണക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഒരു നൈസ് ഒരു 3 കാര്യങ്ങൾ, ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു 3 കാര്യങ്ങൾ മാത്രമാണ് ഈ ലാബിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ സൈൻ ഇൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അവർ. നിങ്ങൾ സ്റ്റാർട്ട് ലാബ് ഇപ്പൊ കൊടുക്കരുത്. സ്റ്റാർട്ട് ലാബ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ക്ലൗഡ് കൺസോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കണക്കൊരു സൈൻ ഇൻ ഓപ്ഷൻസ് വരുമെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ, VM മെഷീൻസിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന്, എന്താന്ന് വെച്ചാൽ ജസ്റ്റ് VM, വാട്ട് ഈസ് VM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരു 1 സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു 1 വേർഡിലോ എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. പറഞ്ഞതെല്ലാം ശരിയാണ്. ഓപ്പറേറ്റിംഗ് ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേ കണക്ക് സ്റ്റിമുലേറ്റിംഗ് ആണ് ഒരു വിർച്വൽ കമ്പ്യൂട്ടർ. യെസ്, ഓക്കെ. നമ്മുടെ ഫിസിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിന്റെ അകത്ത് സ്റ്റോറേജ് ഉണ്ടാവും, ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസ് SSD or HDD ഉണ്ടാവും, ഒരു നെറ്റ്വർക്കിംഗ് സെക്ഷൻ ഉണ്ടാവും, റോം കൺസെപ്റ്റ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇതേ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. പക്ഷേ VMന്റെ അകത്ത് നമുക്ക് നമ്മുടെ പേഴ്സണൽ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു ഇത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മളെ കൊണ്ട് ഒരു പരിധി ഉണ്ടാവും, നമുക്കത് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വിർച്വൽ മെഷീന്റെ അകത്ത് ആ ഒരു ഇതില്ല. നമുക്ക് ഒന്നിലധികം, ഇപ്പോ നമ്മുടെ ഫിസിക്കൽ സിസ്റ്റത്തിന്റെ അകത്ത് മാക്സിമം 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ മറ്റോണ്ടാണ് അറ്റ് എ ടൈം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ബൂട്ട് ചെയ്യാനൊക്കെ കഴിയാം. പക്ഷെ നമ്മുടെ വിർച്വൽ മെഷീന്റെ അകത്ത് നമുക്ക് എത്ര സിസ്റ്റംസ് വേണമെങ്കിലും ഒറ്റ ടൈം ബൂട്ട് ചെയ്യാം. അത് നമുക്ക് എത്ര വിർച്വൽ മെഷീൻസ് വേണമെങ്കിലും നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ തന്നെ, പക്ഷെ അതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോ 120 GB വേണം, അല്ലെങ്കിൽ 120 HDD വേണം, അല്ലെങ്കിൽ SSD വേണം നമുക്ക് പറയാം. അതേ കണക്ക് ഒരു പെർസിസ്റ്റന്റ് ഡിസ്ക് വേണം, എനിക്ക് ഡെബിയൻ വേണം, അല്ലെങ്കിൽ എനിക്ക് വിൻഡോസ് 10 ഏറ്റവും പുതിയ വേർഷൻസ് വേണം. അതിനുള്ള എല്ലാ കാര്യം. കാരണം നമ്മുടെ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഡിപ്ലോയ് ചെയ്തേക്കുന്നതെങ്കിൽ ആ സിസ്റ്റം സർവീസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ ആ സർവീസ് കട്ടാവും. പക്ഷേ വിർച്വൽ മെഷീന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വിർച്വൽ മെഷീന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സെർവർ അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ മറ്റു സെർവർ ഇതിനു വേണ്ടിയിട്ട് ബാക്കപ്പിൽ വർക്ക് ചെയ്യും. അതാണ് വിർച്വൽ മെഷീൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. വിർച്വൽ മെഷീൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സെർവർ തന്നെയാണ്. ഇപ്പൊ 4 CPU, എനിക്കൊരു 4 സിസ്റ്റം ഉള്ള ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് സമ്മതിക്കും. എനിക്ക് i5, i6, i7 അങ്ങനെ ഒരു കോൺഫിഗറേഷനിൽ എനിക്ക് 4 സിസ്റ്റംസ് വേണം. എനിക്ക് 120 GB TB മെമ്മറി വേണം, ഒരു 60 GB GPU വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷൻ നമുക്ക് VM ക്രിയേറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് VM. അതാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ലാബിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു പേജിലേക്ക് തിരിച്ചു വരാം. എല്ലാവരും വന്നതിന് ശേഷം ഗീവ് മി യെസ് ഓർ നോ. ഓക്കെ ബാസൽ, വേറെ ബാക്കിയുള്ളവർ? ഓക്കെ ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ലാബ്. സ്റ്റാർട്ട് ലാബിൽ ക്ലിക്ക് ചെയ്യാം. ലോഞ്ച് വിത്ത് 1 ക്രെഡിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ലോഞ്ച് വിത്ത് 1 ക്രെഡിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ലാബ് ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ലോഞ്ച് വിത്ത് 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് വന്നേക്കും. അതിൽ ലോഞ്ച് വിത്ത് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ ലാബ് ഓപ്പൺ ആവും. ടൈമർ റൺ ചെയ്യാൻ തുടങ്ങും. അതുവരെ ആയെങ്കിൽ ജസ്റ്റ് ഗീവ് മി യെസ് ഓർ നോ. ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗീവ് മി നോ. ലാബ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ആർക്കെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഗീവ് മി നോ. ഹൃതിക എന്താ പറ്റിയേ? ജസ്റ്റ് ഒന്ന് എവിടെയാണ് സ്റ്റക്ക് ആയെന്നൊന്ന് പറയാം. ഹൃതികയ്ക്ക് എന്താണ് ക്രെഡിറ്റ് കിട്ടിയോ? 500 ക്രെഡിറ്റ് ഇല്ല. ഓക്കെ, ഹൃതികയ്ക്ക് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യൂ. ഏത് ഓപ്ഷൻ ആണ് വരുന്നതെന്ന് വെച്ചാൽ. ജസ്റ്റിൻ എവിടെയാണ് സ്റ്റക്ക് ആയെന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻഫോം. ഹൃതികയ്ക്ക് വരുന്ന ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ലോഞ്ച് വിത്ത് ആക്സസ് കോഡ്. ഓക്കെ, ലോഞ്ച് വിത്ത് ആക്സസ് കോഡ് കൊടുക്കുക. ഹൃതിക ലോഞ്ച് വിത്ത് ആക്സസ് കോഡ് കൊടുക്കുക. നിതിനും ലോഞ്ച് വിത്ത് ആക്സസ് കോഡ് കൊടുക്കുക. ജസ്റ്റിന് എന്താ പറ്റിയെന്ന് പറഞ്ഞില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റിൻ പിന്നെ ചെയ്താൽ മതി. ആദ്യം ഇതൊന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇനി എല്ലാവരും ഈ ഒരു പേജിൽ എത്തി തോന്നുന്നു. ഓപ്പൺ ഗൂഗിൾ കൺസോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ? ഓപ്പൺ ഗൂഗിൾ കൺസോൾ. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ലിങ്ക് ഇൻ ഇൻകോഗ്നിറ്റോ വിൻഡോ എന്ന് പറഞ്ഞിട്ട് വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. നിതിൻ, ഹൃതിക, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 500 ക്രെഡിറ്റ് കിട്ടാത്തതിന്റെ ഇഷ്യൂ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ലാബ് എൻഡ് ചെയ്യുക. ലാബ് എൻഡ് ചെയ്യണ്ട. ലാബ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ 500 ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലാബ് ചെയ്യാം. ആദ്യം നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയിരിക്കുക. ഓക്കെ, ആദ്യ രാജ്, എന്താണ് ഇഷ്യൂ വന്നതെന്ന് ആദ്യം ഒന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വന്ന് നിൽക്കാം. എന്ന് വെച്ചാൽ ഓപ്പൺ ഗൂഗിൾ കൺസോൾ, യൂസർ നെയിം, പാസ്വേഡ്, GCP പ്രോജക്റ്റ് ID, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ ഓപ്പൺ ഗൂഗിൾ കൺസോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. തേർഡ് ഓപ്ഷൻ ഓപ്പൺ ലിങ്ക് ഇൻ ഇൻകോഗ്നിറ്റോ മോഡ് വിൻഡോ അല്ലെങ്കിൽ മോഡ് ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം. നോ ഓപ്ഷൻസ് ആർ ദേർ. ആദ്യത്തെ ഏത് ഓപ്ഷൻസ് ഇല്ല എന്നാ പറയുന്നത്? എൻറോളിങ് ക്വസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലാബ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ടൂർ 2 എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് ബാക്ക് ഇറങ്ങുക. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റിലേക്ക് എത്തും. ക്വസ്റ്റില് രണ്ടാമത്തെ ലാബ് ക്രിയേറ്റ് എ വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന ലാബിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റാർട്ട് ലാബ് കൊടുക്കുക. ലോഞ്ച് വിത്ത് ആക്സസ് കോഡ് കൊടുക്കുക. ലോഞ്ച് വിത്ത് 1 ക്രെഡിറ്റ് കൊടുക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ പ്രൈവറ്റ് വിൻഡോ ആണ്. ലോഞ്ച് ചെയ്യണ്ടേ? ആദ്യ രാജ്, ലോഞ്ച് വിത്ത് 1 ക്രെഡിറ്റ് കൊടുക്കുക. ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ഇരിക്കുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്ഷൻ ഇല്ല. ഹിസാന, ക്രോം തന്നെയല്ലേ ഉപയോഗിക്കുന്നത്?
ആദ്യ ജസ്റ്റ് നിങ്ങളിപ്പോ ഈ ലാബ് നോക്കിയിരിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്രെഡിറ്റുകളുടെ ഇഷ്യൂസ് ഉള്ളവർക്കാണ് ഈ ലോഞ്ച് ചെയ്യാൻ പറ്റാത്തത്. ഞങ്ങൾ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ സഹായിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇത് നോക്കാം. ന്യൂ പ്രൈവറ്റ് വിൻഡോ ഓപ്പൺ ചെയ്താൽ മതി. ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നവരെങ്കിൽ ന്യൂ പ്രൈവറ്റ് വിൻഡോ യൂസ് ചെയ്യുക. സ്റ്റാർട്ട് ലാബ് ചെയ്യാം. ഓക്കെ, ലാബ് സ്റ്റാർട്ട് ചെയ്തോ എല്ലാവരും? ഗിവ് മീ യെസ് ഓർ നോ. ലാബ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ആവാത്തത്. സ്റ്റാർട്ട് ചെയ്ത ശില്പ സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയിക്കുക ലാബ്. അത് കണക്ക് ജസ്റ്റിൻ ലാബ് സ്റ്റാർട്ട് ചെയ്തൊന്ന് അറിയിക്കാം. ഓക്കെ, ശില്പ സി ഇപ്പൊ ലാബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. നെറ്റ് വർക്ക് ശരിയായതിനു ശേഷം. ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന വരില്ല, അതുകൊണ്ടാണ്. ലോഞ്ച് വിത്ത് 1 credit ആണ് ജസ്റ്റിൻ. എൻറോൾ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എൻറോൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലാബ് വരുന്നത് ഒരു ടൂർ ടു ക്വിക്ക് ലാബ് എന്ന് പറയുന്നതായിരിക്കും. അതിലൊരു ബാക്ക് ബട്ടൺ ഉണ്ടാവും. ആ ടൂർ ടു ക്വിക്ക് ലാബ് എന്ന് പറഞ്ഞ ഹെഡിങ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റിലേക്ക് പോകും. ആ ക്വസ്റ്റിൽ രണ്ടാമത്തെ ലാബ് ക്രിയേറ്റിംഗ് എ വെർച്വൽ മിഷൻസ് എന്ന് പറയുന്ന ലാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ലാബ് സ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ഗൂഗിൾ കൺസോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ലിങ്ക് ഇൻ ഇൻകോഗ്നിറ്റോ വിൻഡോ, അല്ലെങ്കിൽ പ്രൈവറ്റ് വിൻഡോ എന്നുള്ളത് ഫയർഫോക്സ് യൂസ് ചെയ്യുന്നവര് പ്രൈവറ്റ് വിൻഡോ ആയിരിക്കും, ക്രോം യൂസ് ചെയ്യുന്നവർക്ക് ഇൻകോഗ്നിറ്റോ വിൻഡോ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതുവരെ എല്ലാവർക്കും വന്നെങ്കിൽ ജസ്റ്റ് ഗിവ് മീ യെസ് ഓർ നോ. യെസ്, ഓക്കെ. നമുക്ക് ഇതിനി ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസർ നെയിം തന്നിട്ടുണ്ട്. യൂസർ നെയിം ആണ് student-02- എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ നെയിം തന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്ന് പറയുന്ന കോളത്തിലേക്ക് അത് പേസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ജിമെയിൽ ചെയ്യുന്ന കണക്ക് നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് പാസ്വേഡ്, ഓരോരുത്തർക്കും ഓരോ പാസ്വേഡും ഓരോ ഇമെയിൽ അഡ്രസ്സും ആയിരിക്കും. ഓരോരുത്തർക്കും പ്രൊജക്ട് ഐഡിയിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് പാസ്വേഡ് കോപ്പി ചെയ്യാം, ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. ഇതുവരെ എല്ലാവരും കറക്റ്റ് ആയെങ്കിൽ ജസ്റ്റ് ഗിവ് മീ യെസ് ഓർ നോ. ഓക്കെ, ബെസ്റ്റ് ഓക്കെ. ഓക്കെ, ഫൗസാന, ഇർഫാൻ ഓക്കെ, നയന ഓക്കെ, മാർക്ക് ഓക്കെ, ഇല്യാസ് ഓക്കെ, അജ്മൽ ഹാരിസ് ഓക്കെ, അസ്ജിദ് ഓക്കെ, സ്നേഹ എവിടെയാണ് തെറ്റിയത്? സ്നേഹ ഒന്ന് അറിയിക്കാം. ആൾറെഡി ഇൻകോഗ്നിറ്റയിൽ ഇല്ലാത്തതുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ആൾറെഡി ഇൻകോഗ്നിറ്റയിൽ ഇല്ലാത്തത് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ. ധീരജ് എന്താ പറഞ്ഞത് മനസ്സിലായി? ഇൻകോഗ്നിറ്റോ വിൻഡോ ഇല്ലാത്ത മോസില ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റ് വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. പാസ്വേഡ് യൂസർ നെയിമിന് തൊട്ട് താഴെ ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടോ? ഇതേപോലെ ഞാൻ സെലക്ട് അതിന്റെ ആ സൈഡിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്യാം അതവിടെ. നിഖിൽ എവിടെ തൊട്ടാ ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിച്ചേ. Sachu, what to do in protect your account? സച്ചു എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിഖിൽ എവിടെ തൊട്ടാ വീണ്ടും പറയേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞുതരാം. കൺഫേം സച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാം. നിഖിലിന്റെ യാതൊരു ഇത് വേറെ. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. ഇതില് നിങ്ങൾക്ക് കൺഫേം
ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ പോകരുത്, കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുന്നത് ഡയറക്റ്റ് ക്ലൗഡിലേക്കായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്നത് ക്ലൗഡിലേക്കായിരിക്കും. ക്വിക്ക് ലാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റും ലൈവ് പ്രൊജക്റ്റുകളായിരിക്കും. നിങ്ങൾ ഒരു ഡമ്മി പ്രൊജക്റ്റിലും വർക്ക് ചെയ്യില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാം ലൈവ് പ്രൊജക്റ്റുകളായിരിക്കും. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ എഗ്രി ടിക്ക് മാർക്ക് ചെയ്യുക. കൺട്രി ഇന്ത്യ ആയിരിക്കണം. ദെൻ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇതേപോലെ എല്ലാവർക്കും വന്നു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഗിവ് മീ യെസ് ഓർ നോ ഫാസ്റ്റ്. യെസ്, ഓക്കെ. യെസ്, യെസ്, ഓക്കെ, ഗുഡ്. ജസ്റ്റ് നമുക്ക് നമ്മുടെ എന്താ ലാബ് ഗേറ്റിലേക്ക് പോവാം. ഗേറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. ക്ലൗഡ് ഷെൽ എടുക്കുക, അത് കൺഫേം ചെയ്യാന്നൊക്കെ. ആദ്യം ക്ലൗഡ് ഷെൽ എടുത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നാവിഗേഷൻ മെനു. ഏറ്റവും ലെഫ്റ്റ് ടോപ്പിലായിട്ട് ഒരു നാവിഗേഷൻ മെനു ഉണ്ടാവും. ആ നാവിഗേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഷമീം പി വി എറർ. ഷമീം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും എറർ വരുന്നത്, വേറൊന്നും കൊണ്ടല്ല. നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് എറർ വരുന്നത്, വേറെ പ്രശ്നം ഉള്ളതുകൊണ്ടാവില്ല. ഷമീം നാവിഗേഷൻ മെനു ഇമെയിലും പാസ്വേഡും ഇവിടെ പോകും. കൊടുത്തത്. ലാബിൽ തരുന്ന ഇമെയിൽ ഐഡിയും യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ ഗായ്സ്, ഈ എറർ വന്നവരെല്ലാം ലാബ് എൻഡ് ചെയ്തോളുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോ ഇത്രയും പേര് ഒരുമിച്ച് കയറുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്കിൽ ചിലപ്പോൾ ചെറിയ ഒരു സ്ലൈറ്റ് എറർ വരുന്നതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളിപ്പോ ലാബ് നോക്കുക ഇപ്പോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു സെർച്ച് ബട്ടൺ കാണും. ആ ബട്ടന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആക്ടിവേറ്റ് ക്ലൗഡ് ഷെൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നാവിഗേഷൻ ലെഫ്റ്റിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് ഒരു 3 ഡാഷ് ഉണ്ടാവും. അതാണ് നാവിഗേഷൻ ബട്ടൺ. ഓക്കെ, ആക്ടിവേറ്റ് ക്ലൗഡ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് ഷെൽ എന്ന് പറഞ്ഞൊരു ഷെല്ല് ബോട്ടമിൽ ഓപ്പൺ ആവും. കണ്ടിന്യൂ കൊടുക്കുക. ഇതുവരെ എല്ലാവരും ആയെങ്കിൽ ജസ്റ്റ് ഗിവ് മീ എൻ യെസ് ഓർ നോ. നയന എവിടെയാണ് നയന സ്റ്റക്കായെന്ന് വെച്ചാൽ ഒന്ന് പറയണം. അൽത്താഫ് എവിടെ വെച്ചിട്ടാണ് സ്റ്റക്കായെന്ന് വെച്ചാൽ ഒന്ന് പറയണം. ഡാഷ്ബോർഡ് കയറി പ്ലീസ് റിപ്പീറ്റ്. നാവിഗേഷൻ ബട്ടൺ ഓൺ, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ എല്ലാവരും ഈ ഡാഷ്ബോർഡ് വരെ എത്തിയോ? ഡാഷ്ബോർഡ് വരെ എത്തിയെങ്കിൽ ജസ്റ്റ് ഗിവ് മീ അപ്ഡേറ്റ്. ഡാഷ്ബോർഡ് വരെ എത്തിയെങ്കിൽ എല്ലാവരും ഡാഷ്ബോർഡ് വരെ എത്തി. ഡാഷ്ബോർഡിൽ നിങ്ങൾ കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക. അതിൽ നാവിഗേഷൻ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ മെനു പോകും. ഓക്കെ, ഇതുവരെ എല്ലാവരും ചെയ്തോ? ഓക്കെ, ഇവിടെ ആയിട്ടൊരു ടോപ്പിൽ സെൻട്രലായിട്ട് ഒരു സെർച്ച് ഐക്കൺ ഉണ്ടാവും. സെർച്ച്, അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആക്ടിവേറ്റ് ക്ലൗഡ് ഷെൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂ ക്ലൗഡ് ഷെൽ ഓപ്പൺ ആവും. എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ബട്ടൺ വരും. അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇതുവരെ ചെയ്തതിന് ശേഷം ഗിവ് മീ എൻ യെസ് ഓർ നോ. ഓക്കെ, ഓക്കെ,
ജസ്റ്റ് ഇനി നിങ്ങൾ ബാക്ക് ടു നിങ്ങളുടെ ഗൈഡിലേക്ക് വരാം. ഗൈഡില് ഈ ഒരു ഇമേജസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു കോഡ് 2 ഔട്ട്പുട്ട്, പിന്നെ ഒരു കോഡ് 2 ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടാവും. അതില് ആദ്യത്തത് ജി ക്ലൗഡ് ഓത്ത് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കോപ്പി ചെയ്യാം. ജി ക്ലൗഡ് ഓത്ത് ലിസ്റ്റ് അത് കോപ്പി ചെയ്യാം. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരാം. അതിൽ ക്ലൗഡ് ഷെല്ലിൽ കൊണ്ടുവന്ന് അത് പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്യുക, അത് ക്ലൗഡ് ഷെല്ലിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ വയ്ക്കുക. എൻ്റർ വെക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന ഏത് അക്കൗണ്ട് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ student-02 ആ ഒരു അക്കൗണ്ട് ആണ് നിങ്ങളുടെ ആക്ടിവേറ്റ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ യൂസർ നെയിമും ആ അക്കൗണ്ടും ഈ സെയിം ആയിരിക്കും. ഇതുവരെ എല്ലാവരും ചെയ്തെങ്കിൽ ഗിവ് മീ ആൻ ആൻസർ. ഓക്കെ, കുറെ പേർക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വേണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഗൈഡിലേക്ക് തിരിച്ചു പോവാ, ലാബ് ഗൈഡിലേക്ക് തിരിച്ചു പോവാ. അതില് സെറ്റപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു കോഡ്, അതിന്റെ 2 ഔട്ട്പുട്ട്, വീണ്ടും ഒരു കോഡ് 2 ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലൊരു ഓപ്ഷൻ ഉണ്ടാവും. അതില് ആദ്യത്തെ കോഡ് ജി ക്ലൗഡ് ഓത്ത് ലിസ്റ്റ് എന്ന് പറയുന്ന ഇത് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരിക. അവിടെ വന്ന് കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവിടെ പേസ്റ്റ് ആവും. എന്നിട്ട് എൻ്റർ ഞെക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന ഏത് അക്കൗണ്ട് ആണോ അത് കാണിക്കും. അത് ആ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ യൂസർ നെയിമുമായിട്ട് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. കമാൻഡ് നോട്ട് ഫൗണ്ട്, അത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക സൈറ്റ്, എന്നിട്ട് അത് കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ തിരിച്ചു വരിക. എന്നിട്ട് യു ക്യാൻ ലിസ്റ്റ് യുവർ പ്രൊജക്ട് ഐ ഡി വിത്ത് ദിസ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് കാണും. ആ കോഡ് കോപ്പി ചെയ്യുക, തിരിച്ച് അതേപോലെ പോവുക, ക്ലൗഡ് ഷെല്ലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, എൻ്റർ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട് ഐ ഡി ഇതാണ് നിങ്ങളുടെ പ്രൊജക്ട് ഐ ഡി. യു ക്യാൻ ലിസ്റ്റ് യുവർ പ്രൊജക്ട് ഐ ഡി വിത്ത് ദിസ് കമാൻഡ് എന്ന് പറയുന്നതിന്റെ താഴെ കിടക്കുന്ന ഈ കോഡ് അത് കോപ്പി ചെയ്യുക, അതിനെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം, ക്ലൗഡ് ഷെല്ലിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ പ്രൊജക്ട് ഐ ഡി. ഓക്കെ, ഈ പ്രൊജക്ട് ഐ ഡിയും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ പ്രൊജക്ട് ഐ ഡി എന്ന് വെച്ചാൽ ഈ കാണുന്ന പ്രൊജക്ട് ഐ ഡിയും ഈക്വൽ ആയിരിക്കും. ഈക്വൽ എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയോ? ജസ്റ്റ് ഗിവ് മീ യെസ് ഓർ നോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ക്രിയേറ്റ് എന്ന് പറയുന്നതിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് എ ന്യൂ വിൻഡോ, ക്രിയേറ്റ് എ ന്യൂ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഫ്രം ക്ലൗഡ് കൺസോൾ എന്ന് പറയുന്നതിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെഷൻ കിട്ടും. പ്രവീൺ കെ നായർ, ആദ്യ രാജ്, എവിടെ തൊട്ടാ പറയണ്ടേ? വന്ദന, ഇവരെല്ലാവരും വൺസ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ തൊട്ടാ പറയണ്ടേന്ന് വെച്ചാൽ പറഞ്ഞാൽ. ഈ ക്ലൗഡ് പ്രവീൺ അടുത്ത കമാൻഡ് കൊടുക്കുക. അതിനിടയിൽ നിങ്ങൾക്ക് ലാബ് മാനുവൽ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലേ? ആ ലാബ് മാനുവൽ ആദിത്യന്റെ കാര്യത്തിൽ ഒന്ന് എന്താ വെച്ചാൽ പ്ലീസ് ഗൈഡ് ഹിം. അലൻ ജോർജ് ഡാഷ്ബോർഡ്. ആദ്യ രാജ് എന്നെ കോൺടാക്ട് ചെയ്യണം, ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യ.
ഓക്കെ, നിങ്ങൾ ഡാഷ്ബോർഡ് എത്തിയില്ലേ? എല്ലാവരും ഡാഷ്ബോർഡ് എത്തി. എല്ലാവരും ഡാഷ്ബോർഡ് എത്തി. എല്ലാം സെറ്റ് ആയല്ലോ? പ്രൊജക്ട് ഐ ഡി കോപ്പി ചെയ്തതിന് ശേഷം പ്രൊജക്ട് ഐ ഡി കോപ്പി ഒന്നും ചെയ്യണ്ട. സഹദർ ഷെരീഫ്, പ്രൊജക്ട് ഐ ഡി ഒന്നും കോപ്പി ചെയ്യണ്ട. ജസ്റ്റ് ഞാൻ നിങ്ങൾ ഏതാ പ്രൊജക്ട് ഐ ഡി കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. പ്രൊജക്ട് ഐ ഡി ഒന്നും ചെയ്യണ്ട. പ്രവീൺ, കോൺഫിഗറേഷൻ ലിസ്റ്റ് പ്രൊജക്ട് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊജക്ട് കോൺഫിഗറേഷൻ ലിസ്റ്റ് പ്രൊജക്ട് അതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇൻസ്റ്റൻസ്, ഒരു VM ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രവീൺ അത് ചെയ്യണ്ട, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് റിയൽ ആയിട്ട് ലാബ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി ഇവിടെ തൊട്ടാണ് നമ്മൾ ലാബ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഇത് തൊട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ക്ലിയർ ആയിട്ട് കേട്ട് അതുപോലെ ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് എ ന്യൂ ഇൻസ്റ്റൻസ് ഫ്രം ക്ലൗഡ് കൺസോൾ എന്നാണ്. നമ്മളൊരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് അവര് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാവിഗേഷൻ മെനുവിൽ കമ്പ്യൂട്ടർ എഞ്ചിൻ VM ഇൻസ്റ്റൻസ് എന്ന് പറയുന്നതിൽ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ നാവിഗേഷൻ മെനു എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു 3 ഡാഷസ് ഉണ്ടാവും. അതാണ് നാവിഗേഷൻ മെനു. അതിൽ ക്ലിക്ക് ചെയ്യുക. അതില് കമ്പ്യൂട്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ കമ്പ്യൂട്ടർ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏറ്റവും മുകളിലുള്ള VM ഇൻസ്റ്റൻസസ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി കിട്ടും. ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി കിട്ടും. എല്ലാവർക്കും ഇതായോ എന്നൊന്ന് ജസ്റ്റ് ഗിവ് മീ യെസ് ഓർ നോ. ഓക്കെ, ഇതില് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവും എല്ലാവർക്കും. ഗിവ് മീ യെസ് ഓർ നോ. യെസ്, ഓക്കെ. ഇനി നിങ്ങൾ ലാബ് ഗൈഡിൽ പോവാ. ഇതിന്റെ അകത്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ലാബ് ഗൈഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ലാബ് ഗൈഡിലേക്ക് തിരിച്ചു പോവാ. ലാബ് ഗൈഡില് ഇതാണ് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ. ഈ ഒരു ബോക്സിന്റെ അകത്താണ് നിങ്ങളുടെ അതിൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ. ഇതിൽ നെയിം എന്ന് പറയുന്നത് GCE ലാബ് എന്ന് പറയുന്നതാണ് നെയിം. അത് കോപ്പി ചെയ്യാം. ഓക്കെ, അത് കോപ്പി ചെയ്യാം. ഇൻസ്റ്റൻസ് 1 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നില്ലേ, ഇൻസ്റ്റൻസ് 1 അത് ഡിലീറ്റ് ചെയ്തിട്ട് അതിന് പകരം ഈ നെയിം അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ താഴെ വരുമ്പോ അവർ പറയുന്നത് റീജിയൻ എന്ന് പറയുന്നത് US സെൻട്രൽ 1 ലോവ എന്നാണ്. സോൺ എന്ന് പറയുന്നത് US സെൻട്രൽ 1 C എന്നാണ്. റീജിയൻ US സെൻട്രൽ 1 ലോവയും സോൺ US സെൻട്രൽ 1 C ആണ്. നമുക്ക് തിരിച്ച് നമ്മുടെ ലാബ് ക്ലൗഡിലേക്ക് വരാം. അതിൽ റീജിയൻ US സെൻട്രൽ 1 ലോവ തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷെ സോൺ എന്ന് പറയുന്നത് US സെൻട്രൽ 1 A എന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനെ മാറ്റി US സെൻട്രൽ 1 C എന്നാക്കി സെറ്റ് ചെയ്യണം. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ജസ്റ്റ് ഗിവ് മീ എൻ യെസ് ഓർ നോ. ഇതുവരെ ഓക്കെ. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവര് മെഷീൻ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്.
മെഷീൻ ടൈപ്പിൽ അവർ പറഞ്ഞേക്കുന്നത് 2 വേഴ്സസ് CPU, 2 വെർച്വൽ CPU, ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് N1 സ്റ്റാൻഡേർഡ് 2 ആണ്. എന്ന് വെച്ചാൽ 2 CPU 7.5 GB റാം ഇൻസ്റ്റൻസ് ആണ് നമുക്ക് മെഷീൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, GCE ലാബ് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? പ്രവീൺ ജസ്റ്റ് നിങ്ങളുടെ റീജിയൻ എന്ന് പറയുന്നത് US സെൻട്രൽ 1 ലോവ ആയിട്ട് സെറ്റ്. അത് നിങ്ങൾക്ക് എന്താണ് ഡിഫോൾട്ട് ആയിട്ട് അത് തന്നെയായിരിക്കും. സോൺ എന്ന് പറയുന്നത് US സെൻട്രൽ 1 A ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റി US സെൻട്രൽ 1 C ആക്കി സെറ്റ് ചെയ്യണം. അത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് US സെൻട്രൽ 1 C ആയിട്ട് സെറ്റ് ചെയ്യാം. സോൺ US സെൻട്രൽ 1 C എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഡ്രോപ്പ് ഡൗണില് US സെൻട്രൽ 1 C ആയിട്ട് സെറ്റ് ചെയ്യാം. ശില്പ ഓക്കെ, അത് കിട്ടിയെന്ന് തോന്നുന്നു ശില്പയ്ക്കും പ്രവീണിനും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻസ് N1 സ്റ്റാൻഡേർഡ് 2 ആണ്. അത് നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് മെഷീൻ കോൺഫിഗറേഷൻ്റെ അകത്ത് ചെല്ലുമ്പോൾ മെഷീൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു. അതായത് ഇതാണ് മെഷീൻ ടൈപ്പ്. അതിൽ N1 സ്റ്റാൻഡേർഡ് 1 ആണ് കിടക്കുന്നത്. അത് നമുക്ക് സ്റ്റാൻഡേർഡ് 2 ആക്കണം. Why can't we use other zones? നമുക്ക് ഒരു റിയൽ പ്രോജക്റ്റ് ആണ് തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സോൺ അല്ലെങ്കിൽ ഇഷ്ടമുള്ള റീജിയൻ നമുക്ക് സെറ്റ് ചെയ്ത് അതിൽ ചെയ്യാനല്ല. അവർ ആൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകളിൽ നിങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇൻസ്ട്രക്ഷൻ തരുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോൺ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാബ് വരും ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട്. അതിൽ നിങ്ങൾക്ക് കോഡ് പോലും തരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്ത് ലാബ് പാസ്സാവുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ഒരു ലാബിന്റെ ഉദ്ദേശം. അതിൽ നിന്നാണ് നിങ്ങളുടെ സ്കില്ല് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തന്ന് നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ അമൽ, അത് കഴിഞ്ഞിട്ട് മിഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാം. മിഷൻ ടൈപ്പിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യാം. അതിൽ കസ്റ്റം ഉണ്ടാവും, ഷെയർഡ് കോർ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതിൽ സ്റ്റാൻഡേർഡില് N1 സ്റ്റാൻഡേർഡ് 2 സെക്കൻഡ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്യാം. N1 സ്റ്റാൻഡേർഡ് 2 ആ സെലക്ട് ചെയ്യാം. ഇത്ര ആയെങ്കിൽ എല്ലാവരും ഗിവ് മി എസ് ഓർ നോ. ഇതുവരെ എല്ലാവർക്കും ആയെങ്കിൽ ഗിവ് മി എസ് ഓർ നോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ബൂട്ട് ഡിസ്ക് 10 GB സ്റ്റാൻഡേർഡ് പെർസിസ്റ്റന്റ് ഡിസ്ക് ആയിരിക്കണം. OS ഇമേജ് ഡെബിയൻ ഗ്നു അല്ലെങ്കിൽ ലിനക്സ് 9 സ്ട്രെച്ച് അതായിരിക്കണം ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദീസ് മെഷീൻ ടൈപ്സ്? മെഷീൻ ടൈപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട മെഷീൻ ഏതാണ്. നിങ്ങളുടെ സിസ്റ്റം ഒരു മെഷീൻ ആണ്. നിങ്ങളുടെ സിസ്റ്റത്തില് ഇപ്പോ ഒരു സിസ്റ്റത്തില് i3 ആണ്. അതില് ഒരു CPU ഉണ്ടാവുള്ളൂ. അതില് ഇത്ര GB സ്പേസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ 2 CPU വേണം. നമുക്ക് 7.5 GB സ്പേസ് വേണം. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരു VM ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 CPU ഉള്ള VM ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ 2 CPU ഉള്ള സിസ്റ്റം എടുത്തു. എനിക്ക് 7.5 GB മെമ്മറി വേണം. അത് ഞാൻ സെലക്ട് ചെയ്തു. GB റാം വേണം. അത് ഞാൻ സെലക്ട് ചെയ്തു. അതാണ് നമ്മൾ ആ മെഷീൻ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീരീസ് എന്താ കൊടുക്കും? സീരീസ് ഒന്നും ചെയ്യരുത്. സീരീസ് ഒക്കെ അത് എന്താണോ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് അത് തന്നെ കിടക്കണം. അവർ പറയാത്ത ഒന്നും ഇതിനകത്ത് സെറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ആൾറെഡി N1 സ്റ്റാൻഡേർഡിലായിരിക്കും സീരീസ് ഉണ്ടാവുക. N1 സ്റ്റാൻഡേർഡ് സീരീസ് തന്നെയായിരിക്കും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവർ പറഞ്ഞ ബൂട്ട് ഡിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ബൂട്ട് ഡിസ്കിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ബൂട്ട് ഡിസ്കുകൾ ഉപയോഗിക്കാൻ പറ്റും. ബൂട്ട് ഡിസ്കില് ആരും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് ക്ലിക്ക് ചെയ്ത് നോക്കാം. ചേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ആവാൻ സമയം. ചേഞ്ചില് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടോ? CentOS ഉണ്ട്, കണ്ടെയ്നർ OS, ഡെബിയൻ ഉണ്ട്, റെഡ് ഹാറ്റ് ഉണ്ട്, ഉബുണ്ടു ഉണ്ട്, വിൻഡോസ് സെർവർ ഉണ്ട്.
അങ്ങനെ സെർവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, വേർഷൻസും അതേ കണക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഗിവ് മി ക്യാൻസർ. നമുക്ക് വേണ്ടത് ഡിഫോൾട്ട് ആയിട്ട് ബൂട്ട് ഡിസ്ക് ലോഡ് ചെയ്തേക്കുന്ന ബൂട്ട് ഡിസ്ക് ആണ് വേണ്ടത്, ഡെബിയൻ ഗ്നു ഓർ ലിനക്സ് 9 സ്ട്രെച്ച്. ഓക്കെ, മെഷീൻ ടൈപ്പ് N1 സ്റ്റാൻഡേർഡ് 2. ഇതാണ് മെഷീൻ ടൈപ്പ്. മെഷീൻ ടൈപ്പില് സ്റ്റാൻഡേർഡിനകത്ത് N1 സ്റ്റാൻഡേർഡ് 2 സെക്കൻഡ് ഓപ്ഷൻ, അതാണ് എടുക്കേണ്ടത്. ബൂട്ട് ഡിസ്ക് വരെ എല്ലാവരും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഗിവ് മീ എൻ എസ് ഓർ നോ. ഓക്കെ, ഇനി അവർ പറഞ്ഞേക്കുന്നത് ഫയർവാൾ ആണ്. ഫയർവാൾ അവർ പറഞ്ഞേക്കുന്നത് HTTP ട്രാഫിക് അലോ ചെയ്യാനാണ് ഫയർവാളിൽ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട് നമുക്ക്, HTTPS ഉണ്ട്, HTTP ട്രാഫിക്കും ഉണ്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന HTTP ട്രാഫിക് മാത്രമാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചില പ്രൊജക്റ്റുകളിൽ നിങ്ങൾ HTTPS യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് HTTP ട്രാഫിക് മതി. അപ്പൊ അതിനെ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും ലാസ്റ്റില് ഫയർവാളില് ആ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇതുവരെ എല്ലാവരും ആയെങ്കിൽ ജസ്റ്റ് ഗിവ് മി എൻ എസ് ഓർ നോ. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ക്രിയേറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദി ക്രിയേറ്റ്. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. മെഷീൻ ടൈപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരിക. ലാസ്റ്റ് വന്നിട്ട് ഫയർവാളില് അലോ HTTP ട്രാഫിക് ടിക്ക് മാർക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. സെബാസ്റ്റ്യൻ എറർ ആണ്. നമ്മൾ പറഞ്ഞ കണക്കല്ലേ സെബാസ്റ്റ്യൻ ചെയ്തേ? എല്ലാവർക്കും ഇതേ കണക്ക് ഗ്രീൻ ടിക്ക് മാർക്ക് വന്നോ ഇല്ലയോ എന്നൊന്ന് ജസ്റ്റ് എസ് ഓർ നോ പറയാം. ചേട്ടാ, അതില് സർവീസ് അക്കൗണ്ട് കമ്പ്യൂട്ടർ എൻജിൻ ഡിഫോൾട്ട് സർവീസ് അക്കൗണ്ട് അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ VM. നമ്മൾ VM ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ VM. ഈ VM ഇനി നമ്മൾ ഒരു ഒരു വെബ് സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. വെബ് സെർവർ Nginx ആണ്. Nginx അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. Nginx വെബ് സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ VMലേക്ക്. ഓക്കെ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ലാബിലേക്ക്, നിങ്ങളുടെ ക്ലൗഡ് ഷെല്ലിൽ ഇപ്പോൾ നിൽക്കുന്ന VM ഇൻസ്റ്റൻസിൽ GC ലാബിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു SSH എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. എല്ലാവർക്കും വന്നു എന്നൊന്ന് ജസ്റ്റ് ഗിവ് മീ എൻ എസ് ഓർ നോ. SSH ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കണക്കൊരു ബട്ടൺ, ഒരു പേജ് ലോഡായി വരും. എല്ലാവർക്കും വന്നെങ്കിൽ ഗിവ് മീ എസ്, അല്ലെങ്കിൽ നോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലാണ്. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ Nginx എന്ന് പറയുന്ന ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അൽത്താഫ്, പ്രവീൺ, എവിടെയാണ് അൽത്താഫും പ്രവീണും സ്റ്റക്കായെന്നൊന്ന് പറയണം. അൽത്താഫ് SSH, പ്രവീൺ SSH. നിങ്ങളുടെ ഈ GC ലാബിന്റെ സൈഡിലായിട്ട് ഗ്രീൻ ബട്ടൺ വന്നോ ഇല്ലയോ എന്ന് നോക്കണം. ഈ ഫയർഫോഴ്സ് പ്രിവെന്റിംഗ് ആണെങ്കിൽ ഫയർഫോഴ്സ് പ്രിവെന്റിംഗ് ക്യാൻസൽ എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഈ SSH ഓപ്പൺ ആയി ഉണ്ടാവും. Altaf, 6 minutes ലെഫ്റ്റോ? Altaf. ഓ സോറി. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് sudo ഇൻസ്റ്റാൾ ചെയ്യണം.
സുഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തൊട്ട് താഴെയായിട്ട് ഒരു SSH ഒരു സുഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു കോഡ് ഉണ്ടാവും. ജസ്റ്റ് കോപ്പി ദാറ്റ്, അവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ആ SSHന്റെ ക്ലൗഡിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റൂട്ടിലേക്ക് കയറും. റൂട്ടിൽ നിന്ന് ജസ്റ്റ് അടുത്ത SS എന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം. OS apt-get update അത് കോപ്പി ചെയ്യാം, കൊണ്ടുവന്ന് നിങ്ങൾ SSHന്റെ വിൻഡോയിൽ പേസ്റ്റ് ചെയ്യാം, എൻ്റർ ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റം പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതുവരെ എല്ലാവരും ക്ലിയർ ആയോ? പ്രിവെന്റ് ആണെങ്കിൽ കിട്ടില്ല, പ്രിവെന്റ് ആണെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾ ക്രോം തന്നെ യൂസ് ചെയ്യണമെന്ന്. നിങ്ങൾ ജസ്റ്റ് സുഡോ നിങ്ങളുടെ SSH ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇൻസ്റ്റാൾ ഇൻകിൻസ് എന്ന് പറയുന്നതിൽ സുഡോ SU മൈനസ് എന്ന് പറഞ്ഞ ഒരു കോഡ് ഉണ്ടാവും. അത് കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ SSHൽ പേസ്റ്റ് ചെയ്യുക. അതിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ റൂട്ടിലേക്ക് കയറും. root@GC lab എന്ന് പറയുന്നതിലേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് apt-get update എന്ന് പറയുന്ന കോഡ് കോപ്പി ചെയ്യാം. അത് കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ നിങ്ങളുടെ SSHൽ പേസ്റ്റ് ചെയ്യാം. Ctrl+V എൻ്റർ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ OS അപ്ഡേറ്റ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ എൻകിൻസ്, apt-get install enkins എന്ന് പറയുന്ന കോഡ് കോപ്പി ചെയ്യുക. അത് കൊണ്ടുവന്ന് നിങ്ങളുടെ SSHൽ പേസ്റ്റ് ചെയ്യാം. ദെൻ എൻ്റർ. നിങ്ങളുടെ സോഫ്റ്റ്വെയർ എൻകിൻസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. പ്രവീൺ ടൈം ഔട്ട് ഇപ്പൊ ആവും. പ്രവീൺ മിക്കവാറും ചെയ്ത് തീരാൻ പറ്റില്ലാതിരിക്കും. ആരാണ്? അജേഷ്, പ്ലീസ് ഹെൽപ്പ് പ്രവീൺ. apt-get അപ്ഡേറ്റ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള കോഡ് ഇൻസ്റ്റാൾ എൻകിൻസ് എന്ന് പറയുന്ന കോഡ് apt-get install enkins -y അത്. ഓക്കെ, ഇത് കംപ്ലീറ്റ്. നിങ്ങൾക്ക് എല്ലാവരും എൻകിൻസ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് തോന്നുന്നു. പ്ലീസ് ഗീവ് മി yes or no ഇൻസ്റ്റാൾ ആയെങ്കിൽ. യെസ്, ഓക്കെ. എന്നിട്ട് എൻകിൻസ് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് എൻകിൻസ് ഈസ് റണ്ണിംഗ് എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. ആ കോഡ് കോപ്പി ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ SSHൽ കൊണ്ടുവരിക, പേസ്റ്റ് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഔട്ട്പുട്ട് കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അത് വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാബിലേക്ക് തിരിച്ചു പോവാം. എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ പേജിലേക്ക് തിരിച്ചു പോവാം. എന്നിട്ട് എക്സ്റ്റേണൽ IP നിങ്ങളുടെ ഇൻസ്റ്റൻസിൽ എക്സ്റ്റേണൽ IPയിൽ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഔട്ട്പുട്ട് ഗൈഡ് ലൈനിലുണ്ട്. ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വരിക. PSOS എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ കണക്ക് ഒരു വെൽക്കം പേജ്. സ്നേഹ, നിങ്ങൾ SSH കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോവാ. VM ഇൻസ്റ്റൻസിന്റെ എക്സ്റ്റേണൽ IPയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതുവരെ കിട്ടിയോ? ഓക്കെ, അത് കിട്ടിയവരെല്ലാരും ചെക്ക് മൈ പ്രോഗ്രസ് ക്ലിക്ക് ചെയ്യാം. ചെക്ക് മൈ പ്രോഗ്രസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു 50 സ്കോർ ഇവിടെ ആഡ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അതിന്റെ തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് എ ന്യൂ ഇൻസ്റ്റൻസ് വിത്ത് G-Cloud എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഗൂഗിൾ ക്ലൗഡ് ഷെല്ലിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്. അത് കോപ്പി ചെയ്യാം. ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുക. ഈ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുക. നിങ്ങളുടെ ക്ലൗഡ് ഷെല്ലില്ലേ, നിങ്ങളെ ക്ലൗഡ് ഷെല്ലിൽ അത് പേസ്റ്റ് ചെയ്യാം. ക്ലൗഡ് ഷെല്ലിൽ പേസ്റ്റ് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ആവും.
ഓക്കെ, ലാബ് റണ്ണിങ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം തിരിച്ച് ബാക്ക് നിങ്ങളുടെ വർക്ക് ബുക്കിലേക്ക് വരിക, ഗൈഡിലേക്ക് വരിക, ചെക്ക് മൈ പ്രോഗ്രസ് കൊടുക്കുക. എന്റെ കൂടെ ഫോളോ ചെയ്തവരെ ഇതുവരെ കംപ്ലീറ്റ് ആയോ എന്ന് നോക്കുക. ചിഞ്ചു, ജാസ്മിൻ, ഓക്കെ, മിക്കവാറും എല്ലാവർക്കും ടൈം ഔട്ട് അടിച്ചിട്ടുണ്ടാവും ഇപ്പോ. ഓക്കെ, എല്ലാവർക്കും ടൈം ഔട്ട് അടിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ലാബില് നിങ്ങൾ ലാബ് ഗൈഡിൽ ഇതേപോലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും എല്ലാവർക്കും. ആദ്യത്തെ എല്ലാരും ഈ ഒരു പേജ് ഒന്ന് നോക്കുക, ഇതേ കണക്ക് വന്നിട്ടുണ്ടോന്ന് എല്ലാവർക്കും ടൈം ഔട്ട് അടിച്ചിട്ട്. ഓക്കെ, 100 പോയിന്റ്സ് കിട്ടിയ എല്ലാ പേർക്കും ഈ ലാബ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 100 പോയിന്റ്സ് കിട്ടാത്ത ആർക്കും ഈ ലാബ് കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾ ഒന്നുകൂടി ഈ ലാബ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ ഒരു ലാബ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ആ ലാബ് നോക്കി നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരും. ടൈം ഔട്ട് ആയാൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി ചെയ്യേണ്ടി വരും. ഈ ലാബ് ടൈം ഔട്ട് ആവുന്നതിന് മുന്നേ ചെയ്യണം. കാരണം നമുക്ക് ഇപ്പോ ഈ ഒരു വിർച്വൽ നമ്മളിപ്പം ഈ ഒരു മീറ്റ് ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ചെയ്യുമ്പോൾ പലർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എവിടെയെങ്കിലൊക്കെ എറർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള ലാബുകളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ലാബിന്റെ ഒരു വീഡിയോസ്, ഈ ക്വസ്റ്റിലുള്ള 5 ലാബിന്റെ വീഡിയോസ് നമ്മൾ അയച്ചു തരും. ബാക്കി ക്വസ്റ്റ് ഒക്കെ നിങ്ങൾ സ്വയം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും ഒന്നും കൂടെ ചെയ്യാവുന്നതാണ്. ഒരു ക്രെഡിറ്റ് പോയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് 100 പോയിന്റ് കിട്ടിയില്ലെന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരിക. ഗൂഗിൾ ക്ലൗഡ് ഇൻസർഷൻസ് എന്ന് പറയുന്ന ക്വസ്റ്റിലേക്ക് തിരിച്ചു വരിക. ബാക്ക് ബട്ടണിലേക്ക് തിരിച്ചു വരിക. അതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, റിഫ്രഷ് ചെയ്തിട്ട് ഈ ഒരു ഗ്രീൻ ബട്ടൺ അത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയി. അല്ല, കാണിക്കുന്നില്ല എങ്കിൽ അവരാരും കംപ്ലീറ്റ് ആയിട്ടില്ല, അവർക്ക് ആർക്കും 100 പോയിന്റ്സ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഗ്രീൻ ടിക്ക് ആയവർക്കെല്ലാം ലാബ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഗ്രീൻ ടിക്ക് ആവാതെ നിൽക്കുന്നവർക്ക്, ഇതേപോലെ വൈറ്റ് ആയിട്ട് നിൽക്കുന്നവർക്കൊന്നും ലാബ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ഗ്രീൻ ടിക്ക് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ് പിന്നെ ചെയ്യേണ്ടെന്നല്ല, ആ ലാബ് പിന്നെ ചെയ്യണ്ട. നിങ്ങളൊരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈഡായി കിടക്കുന്ന ഒരു ഒരു ബട്ടൺ, ഒരു ബാഡ്ജ് കണ്ടോ? ആ ബാഡ്ജ് ഡിസ്പ്ലേ ആയി വരും. എത്ര ലാബ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ക്വസ്റ്റിന്റെ അകത്ത് 6 ലാബ് ഉണ്ട്. മൊത്തം കൂടി 6 ക്വസ്റ്റ് ഉണ്ട്. 6 12 36 ലാബ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ടൈം വളരെ കുറവാണ്, 30 മിനിറ്റ്സ് ഉള്ള ലാബുകളാണ്. നിങ്ങൾക്ക് 50 മിനിറ്റ്സ് കൊണ്ട് തീർക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് ചെയ്തത്. അത് നിങ്ങൾക്ക് 50 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. ചെക്ക് മൈ പ്രോഗ്രസ് കഴിഞ്ഞിട്ട് ചിഞ്ചു, ഐ തിങ്ക് യുവർ തന്റെ ഇതുവരെ എൻഡ് ആയിട്ടില്ല ലാബ്. ലാബ് എൻഡ് ആയി കഴിഞ്ഞിട്ട് ഇനി ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു പ്രാവശ്യം ലാബ് എൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ യൂസർ നെയിം, ആ പ്രൊജക്ട് ID ഒക്കെ ഇൻവാലിഡ് ആവും. നിങ്ങളെ ലാബ് എൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ലാബിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് വർക്ക് ആവില്ല. ഓക്കെ, ചെക്ക് മൈ പ്രോഗ്രസ് കഴിഞ്ഞാൽ ലാബ് എൻഡ് ആയിട്ടില്ല. ഓക്കെ, 3 മിനിറ്റ്സ്. ഓക്കെ, ചെക്ക് മൈ പ്രോഗ്രസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷൻ ക്രിയേറ്റ് എ ന്യൂ ഇൻസ്റ്റൻസ് വിത്ത് ജി ക്ലൗഡ്. ഓക്കെ, അതില് ജി ക്ലൗഡ് കമ്പ്യൂട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് കോപ്പി ചെയ്യാം. ഓക്കെ, അത് കൊണ്ടുവന്ന്
നിങ്ങളുടെ ക്ലൗഡ് ഷെല്ലിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു എൻ്റർ ഞെക്കുക. ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. ദെൻ ബാക്ക് ടു എന്താ ഗൈഡിലേക്ക് ബാക്ക് വരിക. അവിടെ വന്നിട്ട് വീണ്ടും ചെക്ക് മൈ പ്രോഗ്രസ് ചെക്ക് ചെയ്താൽ നിങ്ങളെ ലാബ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ടൈമിൽ ഈ ലാബ് ഇങ്ങനെ ഇതിന്റെ അകത്തൂടെ നമുക്ക് നേരിട്ട് പറഞ്ഞു തരുന്ന ഒരു എന്താ പറഞ്ഞു തരുന്നതിന്റെ രീതിയിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. കാരണം കണ്ട് ചെയ്യുമ്പോൾ ബേസിൽ അത് ഒരു ഓറൽ ലാബാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ലാബിലേക്ക് പോകാം നിങ്ങൾക്ക്. ബേസിൽ സാജു. ഹലോ, എന്റെ വോയിസ് കേൾക്കാവോ നിങ്ങൾക്ക്? സ്കോർ 100 ആയോ എന്ന് നോക്കിയാൽ മാത്രം മതി. ലാസ്റ്റ് കോപ്പി പേസ്റ്റിന് എറർ വന്നു. എറർ വന്നാൽ കുഴപ്പമില്ല. ഇപ്പൊ എന്താണ്, സമയം കഴിഞ്ഞോ? ഇപ്പൊ തീരും. അതുകൊണ്ട് കംപ്ലീറ്റ് മാത്രം അത് ഒന്ന് ചെയ്യും. നയൻ നന്ദകുമാർ. സ്കോർ ഇല്ല, ബട്ട് ഗ്രീൻ ടിക്ക് ഉണ്ട്. സ്കോർ അങ്ങനെ കാണിക്കില്ല. 100 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയെന്നാണ്. പിന്നെ നിങ്ങൾക്ക് സ്കോർ സെപ്പറേറ്റ് കാണിക്കില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അലൻ ജോർജ്, നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയി പോകാം. നമുക്ക് ക്ലൗഡ് ഇത് സെഷൻ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാത്രം നിൽക്കാം. സോറി ഗൈസ്, എനിക്ക് നെറ്റ് ഒന്ന് കട്ടാ. പറയും. ഫൈൻഡ് അപ്പ് ചെയ്താലോ?
നിതിൻ നന്ദകുമാർ ക്രിയേറ്റിംഗ് വെർച്വൽ മെഷീൻ ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അത് മാത്രം മതി, നിങ്ങൾ ആ ലാബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ലാബ് എടുക്കാം നിങ്ങൾക്ക്. നിങ്ങൾ പരമാവധി ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ക്വസ്റ്റില് ഒരു ലാബ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം ക്വസ്റ്റുകൾ 6 ക്വസ്റ്റ് ഈ വീക്കിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പരമാവധി ക്വസ്റ്റുകൾ അക്വയർ ചെയ്യുക. നിങ്ങൾ എത്ര ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ബാഡ്ജസ് കിട്ടും. ആ ബാഡ്ജസ് നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക്കായിട്ട് നിങ്ങൾ പുറത്ത് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഈ ബാഡ്ജസിനൊക്കെ വാല്യൂസ് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര ലാബുകൾ ഇതിൽ നിങ്ങൾ 500 ക്രെഡിറ്റ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലാബുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അത്രയും ബാഡ്ജസ് നിങ്ങൾ അക്യൂർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് മൊത്തം കൂടെ 17 ക്വസ്റ്റും 5, 3, 2, 8 സ്കിൽ ബാഡ്ജസും നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ 8 സ്കിൽ ബാഡ്ജസും 16 ബാഡ്ജസും കൂടെ ചേർത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് അത് അപ്പിയർ ചെയ്യാം. ഞാൻ ഇത്രയും ക്ലൗഡിൽ എനിക്ക് സ്കില്ലുണ്ട്, എനിക്ക് അറിയാം ക്ലൗഡിൽ വർക്ക് ചെയ്യാൻ, നിങ്ങൾ കൂടുതൽ കുറെ അധികം കോഡുകളിൽ ഞങ്ങൾ ഫെമിലറൈസ്ഡ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഈ ബാഡ്ജസിനൊക്കെ നല്ല വാല്യൂസ് ഉണ്ട്. കാരണം ഗൂഗിൾ ബാഡ്ജസ് ആണ്. നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന ഒരു കമ്പനിയിൽ ഒന്നും തരുന്ന ബാഡ്ജസ് അല്ല, ഗൂഗിൾ ബാഡ്ജസ് ആണ്. ക്യുക്ക് ലാബ് എന്ന് പറയുന്നത് പ്യുവർലി ഗൂഗിൾ ക്ലൗഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പബ്ലിക്കിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം ആണ്. നിങ്ങളുടെ പബ്ലിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ പബ്ലിക് പ്രൊഫൈൽ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ എത്ര ബാഡ്ജസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം സ്കിൽ ഉണ്ട് എന്നൊക്കെ അതിൽ നിന്നൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. അതിനകത്ത് ക്വിക്ക് ലാബിൽ ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹായ് ചെയ്യുക. എന്നിട്ട് ഒരു ഹായ് അയച്ച് അവർക്ക് ഈ ലാബിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഹാൻഡിൽ ചെയ്യും. 24 hours അവൈലബിൾ ആയിരിക്കും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുള്ളത്. അതും യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ പരമാവധി അവരെ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവരുണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റിലും ഇതുപോലെ എല്ലാ ക്വസ്റ്റിനും അല്ല, എല്ലാ ലാബുകളിലും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ചലഞ്ച് ലാബുകളിൽ ഒഴികെ ബാക്കി എല്ലാ ലാബുകളിലും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ചലഞ്ച് ലാബിൽ ഒരു കമന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇന്ന ഇപ്പൊ നമ്മൾ VM ക്രിയേറ്റ് ചെയ്തു. ഇപ്പോ ഇതിന്റെ ചലഞ്ച് ലാബിൽ നിങ്ങൾക്ക് VM ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കണം എങ്ങനെയാണ് VM ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അതായിരിക്കും ചലഞ്ച് ലാബിലുള്ള. ബാക്കി എല്ലാ ലാബുകളിലും നിങ്ങൾക്ക് ലാബ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. Getting started with Cloud Shell അല്ലേ നെക്സ്റ്റ്? അതെ, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ തന്നതിലും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിൻ്റെ അകത്തും ഇഷ്ടംപോലെ ലാബുകളുണ്ട്. ആ ലാബുകളൊക്കെ ഈസി ആയിട്ടുള്ള ലാബുകളാണ്. നിങ്ങൾക്ക് ആ കോഡ് ഫോളോ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ആർക്കെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾ ബാക്കി നിങ്ങളുടെ സ്വയം വർക്ക് അജേഷ് വേറൊന്നുമില്ലല്ലോ? ഇല്ല. നിങ്ങള് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. എല്ലാവരും ഇത് ചെയ്യുക. ക്വസ്റ്റുകൾ പരമാവധി ചെയ്യുക. 6 ക്വസ്റ്റ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് എടുക്കാൻ നോക്കുക. ഓക്കെ.
പിന്നീട് രജിസ്ട്രേഷൻ എല്ലാം നിനക്കറിയാലോ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എങ്ങനെ രജിസ്ട്രേഷൻ എന്നൊക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയണം. ഓക്കെ.